നമസ്കാരം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് LDF പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ ഒരു വാഗ്ദാനമുണ്ടായിരുന്നു. സ്കൂളുകൾ തുറക്കും, ബാറുകൾ പൂട്ടും എന്നുള്ളതായിരുന്നു ആ വാഗ്ദാനം. 2016 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇടതുപക്ഷം അധികാരത്തിൽ വന്നു, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. എന്നാൽ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നതിനേക്കാൾ വിപരീതമാണ് നടന്നത് എന്ന് മാത്രം. തുറന്നത് ബാറുകളും പൂട്ടിയത് സ്കൂളുകളും. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മാത്രം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തുറന്നു കൊടുത്തത് 544 ബീവറേജസ് ഔട്ട്ലെറ്റുകളും ബാറുകളും മാത്രമാണ്. ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അന്ത്യകാലത്ത്, അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇനി കഷ്ടിച്ച് 1.5 മാസം 2 മാസം കൂടിയേ ബാക്കിയുള്ളൂ ഈ സർക്കാരിന് ആയുസ്. അതിനു മുമ്പ് മുന്നണിയെയോ മന്ത്രിസഭയെയോ അറിയിക്കാതെ ഏകപക്ഷീയമായി ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടിക്കൊടുത്തിരിക്കുകയാണ് സർക്കാർ. ഒരുപാട് നാളായി ബാർ ഉടമകൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നതാണ് ഈ ഒരു പ്രവർത്തന സമയം നീട്ടി നൽകണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ രാവിലെ 11 മണി മുതൽ രാത്രി 11 മണി വരെ പ്രവർത്തിച്ചു കൊണ്ടുവരുന്ന ബാറുകൾക്ക് ഇനി രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെ പ്രവർത്തിക്കാം, പുതിയ ചട്ടമനുസരിച്ച്. ഇത് ഏകപക്ഷീയമായിട്ടുള്ളൊരു തീരുമാനമാണ്. അത് മാത്രമല്ല, നക്ഷത്ര ഹോട്ടലുകൾക്ക് 5 ലക്ഷം രൂപ അധികമായി നൽകിയാൽ വെളുപ്പിന് പുലർച്ചെ 3 മണി വരെ പ്രവർത്തിക്കാനുള്ള ഒരു അനുമതിയും നൽകിയിട്ടുണ്ട്. എന്തായാലും ബാർ ഉടമകളുടെ ഈ ആവശ്യം പ്രതിഫലമൊന്നും വാങ്ങാതെ സർക്കാർ നടത്തി കൊടുക്കുന്ന ഒരു സർക്കാരല്ല ഉള്ളത്. അത് ബാർ ഉടമകളോടുള്ള സ്നേഹം കൊണ്ടുമല്ല. നല്ലൊരു കനത്ത തുക പാർട്ടി ഫണ്ടിലേക്കോ അല്ലെങ്കിൽ സർക്കാരിനോ കിട്ടിയിരിക്കും, വേണ്ടപ്പെട്ടവർക്കൊക്കെ കിട്ടിയിരിക്കും എന്നുറപ്പാണ്. അല്ലാതെ ഇത്തരമൊരു സാഹസത്തിന് സർക്കാർ മുതിരില്ല. ആരെയും പേടിയില്ല, ഒന്നിനെയും പേടിയില്ല, എന്തും ചെയ്യാം. ഇനിയിപ്പോൾ ആൾക്കാർക്ക് പലർക്കും ബാറുകളിൽ കിടന്നുറങ്ങാനുള്ള ഒരു അവസരമുണ്ടാകും. കാരണം രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെ ആകുമ്പോൾ പിന്നെ വീട്ടിൽ ചെല്ലേണ്ടത് വളരെ കുറച്ച് സമയം മാത്രമാണ്. 12 മണിക്ക് ബാറടച്ച് വീട്ടിൽ ചെന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുമ്പോഴേക്കും അടുത്ത് ബാർ തുറക്കാനുള്ള സമയമായി. അതുകൊണ്ട് തന്നെ ഇനി പലരും ബാറുകളുടെ തിണ്ണയിലേക്ക് താമസം മാറ്റിയേക്കാം. അതിലൊന്നും നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഇതിലൊരു കാര്യമെന്ന് വെച്ചാൽ, കിട്ടാവുന്നിടത്തു നിന്നെല്ലാം കടം വാങ്ങിക്കഴിഞ്ഞു സർക്കാർ. 2016 പിണറായി വിജയൻ അധികാരം ഏറ്റെടുക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ പൊതുകടം 1,53,000 ചില്ലുവാനം കോടിയായിരുന്നു. ഇപ്പോഴത്, അതായത് 10 കൊല്ലം തികയാൻ ബാക്കി നിൽക്കുമ്പോൾ 6 ലക്ഷം കോടിയിലേക്ക് പിണറായി വിജയൻ ആ പൊതുകടത്തെ എത്തിച്ചിരിക്കുകയാണ് എന്നോർക്കണം. ഈ 6 ലക്ഷം കോടി എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ തിരിച്ചടയ്ക്കേണ്ട ബാധ്യത ആർക്കാണ്? പിണറായി വിജയനോ അല്ലെങ്കിൽ തായ്ക്കണ്ടി തറവാട്ടിനോ ഒന്നുമല്ല, അത് ഈ സംസ്ഥാനത്തിനാണ്. സംസ്ഥാനം എങ്ങനെ തിരിച്ചടയ്ക്കും? എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാരെ പിഴിയും, നന്നായി പിഴിഞ്ഞിട്ട് വേണം അടയ്ക്കാൻ. അത് എല്ലാ മേഖലകളിലും നികുതികൾ കൂട്ടിയിട്ട് തന്നെ വർഷങ്ങളായി. അതായത് ഭൂനികുതി കൂട്ടി, കെട്ടിട നികുതി കൂട്ടി, വെള്ളക്കരം കൂട്ടി, വൈദ്യുതി ചാർജ് കൂട്ടി, ബസ് നിരക്ക് കൂട്ടി, എല്ലാ മേഖലകളിലെയും നിരക്ക് വർദ്ധിപ്പിച്ചു. ഇനി ആകെയുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇത് കൂടാതെയാണ് വെട്ടിക്കാനായി പല മാർഗങ്ങൾ വേറെയും കണ്ടെത്തിയത്. ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ കണ്ടെത്തിയത് കോടിക്കണക്കിന് രൂപ അങ്ങനെ പോയി. ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ട വകയിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 5 തവണ പറന്ന ഹെലികോപ്റ്ററിന് 22.5 കോടി രൂപയാണ് മുടക്കിയത്. ഇപ്പോഴിതാ ഒരു പറക്കലും നടത്താതെ ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് 3 വർഷത്തേക്ക് എടുത്തിട്ടിരിക്കുന്നു. അതിന് വാടക പ്രതിമാസം 85 ലക്ഷം രൂപ. ഇതൊക്കെ കിട്ടുന്ന പോക്കിൽ നമ്മൾ കള്ളന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, കൊള്ളയടിക്കും. പക്ഷേ അവരൊക്കെ ഒരു മാന്യത കാണിക്കും. ഒരു വീടിൻ്റെ ഓടിളക്കി വീടിനകത്ത് കയറുന്ന കള്ളൻ എല്ലാം വാരി കെട്ടിക്കൊണ്ട് പോയാലും അവൻ്റെ ഉള്ളിൽ അവനൊരു മനസാക്ഷിയുള്ള മിക്കവാറും കള്ളന്മാരൊക്കെ മനസാക്ഷിയുള്ളവന്മാർ തന്നെയായിരിക്കും. അവരൊക്കെ എത്ര ക്രൂരനായ കള്ളനായാൽ പോലും അവൻ വിചാരിക്കും, എന്തായാലും ഞാനിത് ഇറങ്ങി, ഇതെല്ലാം കട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ എനിക്ക് ഈ വീട്ടുടമസ്ഥൻ വരുമ്പോൾ അവിടെ എന്തെങ്കിലും ബാക്കി വെക്കേണ്ടേ എന്നെങ്കിലും കരുതി ആ കള്ളൻ എന്തെങ്കിലും ബാക്കി വെച്ചിട്ട് പോകും. അങ്ങനെ പല സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. കട്ട മുതൽ തിരിച്ചേൽപ്പിച്ച കള്ളന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, നമ്മളൊക്കെ ജയിപ്പിച്ചു വിട്ടു. ഇനി ഒന്നും കക്കാൻ കേരളത്തിൽ ബാക്കിയില്ല എന്നുള്ളതാണ്. അതായത് ശബരിമലയിലെ സ്വർണം വരെ അടിച്ചുകൊണ്ട് പോയവന്മാർ ആരെ എന്ത് ചെയ്യില്ല പണത്തിനു വേണ്ടി. ആ തരത്തിലേക്ക് ഇവർ അധപതിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ ബാറുകളുടെ ഈ പ്രവർത്തന സമയം മാറ്റത്തെക്കുറിച്ചാണ്. അതിന് വീണ്ടും ന്യായീകരണവുമായി എക്സൈസ് മന്ത്രി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ന്യായീകരണത്തിനൊന്നും യാതൊരു കുറവുമില്ല. കാരണം നാണമോ മാനമോ മാനക്കേടോ നാണക്കേടോ മര്യാദയോ ധാർമ്മികതയോ ഒന്നുമില്ലാത്ത ഒരു വിഭാഗമാണ് CPM-കാർ. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ന്യായീകരണത്തിനൊന്നും ഒരു ഉളുപ്പും ഉണ്ടാകില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ കഴിഞ്ഞ 9 കൊല്ലങ്ങൾക്കിടയിൽ കേരളത്തിൽ മയക്കുമരുന്നും മദ്യവും ഉപയോഗിച്ചുകൊണ്ടുള്ള കുറ്റകൃത്യങ്ങൾ 10 മടങ്ങായിരിക്കുകയാണ്. ഇനി അത് വീണ്ടും വർദ്ധിക്കും.
അതിനുള്ള വഴിയാണ് സർക്കാർ ഒരുക്കി കൊടുത്തിരിക്കുന്നത്. 2025 സെപ്റ്റംബറിൽ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ നൽകിയ അപേക്ഷയാണ് മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടി അംഗീകരിച്ച് നികുതി വകുപ്പ് വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. ഈ രാവിലെ 10 മണി തൊട്ട് 12 മണി വരെ പ്രവർത്തിക്കാനായിട്ട്. ഡ്രൈ ഡേകളിൽ 50,000 രൂപ പ്രത്യേക ഫീസ് ഈടാക്കി മദ്യം വിളമ്പാൻ ബാറുകൾക്ക് കഴിഞ്ഞ മദ്യനയത്തിൽ സർക്കാർ അനുമതി നൽകിയിരുന്നു. അടുത്ത മദ്യനയം ഇറക്കേണ്ടത് ഇനി വരുന്ന സർക്കാരാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പുതിയ നയത്തിന് മുൻപേ ബാറുകൾക്ക് പിണറായി വിജയന്റെ സർക്കാർ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുവരെ വിജ്ഞാപനം ചെയ്യപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിൽ മാത്രമായിരുന്നു ബാറുകൾക്ക് 10 മുതൽ 12 വരെ എന്ന സമയം അനുവദിച്ചിരുന്നത്. വിദേശ മദ്യചട്ടത്തിൽ വരുത്തിയ ഭേദഗതിയോടെ ഇത് എല്ലാ ബാറുകൾക്കും ബാധകമാക്കിയിരിക്കുകയാണ്. പുതിയ പരിഷ്കാരം അനുസരിച്ച് 5 സ്റ്റാർ ബാറുകൾ അധിക ഫീസ് അടച്ചാൽ പുലർച്ചെ 3 അടച്ചാൽ മതി. 3 മണി വരെ അവർക്ക് മദ്യം വിൽക്കുന്നതിന് യാതൊരു തടസ്സവും പിണറായി സർക്കാർ ഏർപ്പെടുത്തുന്നതല്ല. വിവാഹ സൽക്കാരത്തിനും കോൺഫറൻസ് ടൂറിസം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കും ഇതൊക്കെ കണക്കിലെടുത്തിട്ടാണ് ഇതെന്നാണ് സർക്കാരിൻ്റെ വാദം. എന്നാൽ പിറ്റേ ദിവസം ഡ്രൈ ഡേ ആണെങ്കിൽ തലേന്ന് രാത്രി 12 മണിക്ക് തന്നെ അടയ്ക്കണം. 2025 സെപ്റ്റംബറിൽ തന്നെ ബാറുടമകളുടെ അപേക്ഷയിൽ തീരുമാനമെടുക്കാൻ നികുതി വകുപ്പ് ഫയൽ തുറന്നിരുന്നു. കഴിഞ്ഞ പുതുവത്സര തലേന്ന് വിനോദസഞ്ചാരികളുടെ വരവ് കണക്കിലെടുത്ത് എല്ലാ ബാറുകൾക്കും ഡിസംബർ 31 രാത്രി 12 വരെ പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിയത് അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ബാറുകൾ പൂട്ടും, സ്കൂളുകൾ തുറക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാരാണ് പിന്നീട് നിലപാട് മാറ്റിയത്. അവരുടെ നിലപാട് പല രീതിയിലേക്ക് മാറി. അതായത് ബോധവൽക്കരണം നടത്തും, ഘട്ടം ഘട്ടമായി നിർത്തലാക്കും എന്നൊക്കെ ഒരു വശത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിൽ ബാറുകളും ബീവറേജ് ഔട്ട്ലെറ്റുകളും പുതിയതായി തുറന്നു കൊടുക്കുകയും ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടി നൽകുകയുമാണ് സർക്കാർ ചെയ്തത്. അത് മാത്രമല്ല, പുതിയ മദ്യത്തിന് പേരിടാനുള്ള ഒരു മത്സരം പോലും സംഘടിപ്പിച്ച് നാണം കെട്ട ഒരു സർക്കാരാണ് പിണറായി വിജയൻ്റെ സർക്കാർ. അതുകൊണ്ട് സർവ്വ മേഖലകളും കുട്ടിച്ചോറാക്കി, അതായത് വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഒരു തലമുറയെയാണ്, ഒരു സമൂഹത്തെയാണ് ഈ സർക്കാരിനും കമ്മ്യൂണിസ്റ്റുകാർക്കും ആവശ്യം. അങ്ങനെയാണെങ്കിൽ ഈ സാധാരണ ചെറുപ്പക്കാരാണ് ചോദ്യം ചെയ്യേണ്ടത്. ആ ചോദ്യം ചെയ്യേണ്ട ചെറുപ്പക്കാർ ഇത്തരത്തിൽ മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് വെളിവില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നാൽ പിന്നെ ആര് ചോദ്യം ചെയ്യും? ഇതാണ് സർക്കാരിൻ്റെ നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറയുന്നത് പോലെ ഇതാണ് സർക്കാരിൻ്റെയും ലക്ഷ്യം. എന്തായാലും ഇനി ഒരു തവണ കൂടി പിണറായി വിജയൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഭഗവാന് പോലും അറിയില്ല.